Hi everyone, welcome to the lecture series of PG course Foundational Skills for Research and Writing, a novel academic course designed and implemented by Srinarayana Guru Open University in its PG curriculum. Here we will discuss Unit 4 from Block 2, Publication Procedures, and myself, Dr. Abdul Razak Kumatodi, Assistant Professor, Department of Sociology. First of all, we will look into what are the learning outcomes of this unit. By the end of this unit, every learner will be able to comprehend various steps included in the publication procedure, such as manuscript preparation, submission, and peer review. Apart from that, the indexing methods, open databases, and journal ranking measures. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ PG തലത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറിൻ്റെ 2ാം ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഒരു അക്കാദമിക് രചന, ഒരു മാനുസ്ക്രിപ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ പ്രസിദ്ധീകരണ വിഭാഗങ്ങൾക്ക്, ജേർണലുകൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും, ജേർണലുകളുടെ എഡിറ്റോറിയൽ തലങ്ങളിൽ നടക്കുന്ന പിയർ റിവ്യൂ പ്രോസസ്സ് എങ്ങനെയാണ്, കൂടാതെ വിവിധങ്ങളായ ഇൻഡെക്സിംഗ് മെത്തേഡ് സച്ച് ആസ് സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആൻഡ് തോംസൺ ഇൻഡെക്സ്ഡ്, അതർ ഡാറ്റാബേസസ്, ജേർണൽ റാങ്കിംഗ് മെഷേഴ്സ് തുടങ്ങിയവയും നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നു. നൗ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പബ്ലിക്കേഷൻ? വൈ ഡു വി നീഡ് പബ്ലിക്കേഷൻ? എന്തിനാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്? എന്തിനാണ് നമ്മൾ പ്രത്യേകമായി എഴുതി തയ്യാറാക്കുന്ന നമ്മുടെ മാനുസ്ക്രിപ്റ്റുകൾ, റിസർച്ച് ആർട്ടിക്കിളുകൾ ജേർണലുകൾക്ക് അയച്ചു കൊടുത്ത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്? പ്രധാനമായും പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യീകരിക്കുന്നത് ഷെയറിംഗ് ഓഫ് ന്യൂ ഡിസ്കവറീസ് ആൻഡ് ന്യൂ നോളജ്. പുതിയ വിവരങ്ങൾ, അറിവ് സമൂഹവുമായി പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ സമൂഹവുമായി പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, പബ്ലിക്കേഷൻസ് will assist our career advancement. It will bring a respect and it will interconnect the academic fraternity, and apart from that, it will mark your expertise in a particular topic. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട വികസനത്തിനും ഒരു അക്കാദമിക് ഫ്രാറ്റേണിറ്റി രൂപപ്പെടുത്തിയെടുക്കുന്നതിനും അതോടൊപ്പം നിങ്ങളുടെ വിഷയത്തിലുള്ള പാണ്ഡിത്യം അളക്കുന്നതിനും പബ്ലിക്കേഷൻ നമ്മെ സഹായിക്കും. സ്കോട്ട് ഫിറ്റ്സ്ജെറാൽഡിനെ ഉദ്ധരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും പറയണം എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ എഴുതേണ്ടത്, മറിച്ച് നിരന്തരമായ ഗവേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പുതിയ അറിവ് കണ്ടെത്തുമ്പോഴാണ് എഴുതാനുള്ള അവസരം വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Now, we will examine that what is a manuscript. എന്താണ് ഒരു മാനുസ്ക്രിപ്റ്റ്? ആ മാനുസ്ക്രിപ്റ്റ് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാനുസ്ക്രിപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ മാനുസ്ക്രിപ്റ്റ് ഈസ് എ റിസർച്ച് ഔട്ട്പുട്ട് പ്രിപ്പയർഡ് ഫോർ പബ്ലിക്കേഷൻ അദറിംഗ് ടു ദ സ്പെസിഫിക് ഗൈഡ്ലൈൻസ് ഓഫ് ദ പബ്ലിഷേഴ്സ് ഇൻ ദ റിലേറ്റഡ് ഫീൽഡ്. നമ്മൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ജേർണലുകളുടെ അവരുടെ പ്രത്യേകമായ ഗൈഡ് ലൈൻസിന് അനുസൃതമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഗവേഷണ പ്രബന്ധത്തെ, അല്ലെങ്കിൽ അതൊരു പക്ഷേ ആർട്ടിക്കിളായിരിക്കാം, പ്രബന്ധങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ബുക്ക് റിവ്യൂസ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗവേഷണത്തിന്റെ വിവിധങ്ങളായ ഔട്ട്പുട്ടുകളായിരിക്കും. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒറിജിനാലിറ്റിയുള്ള റിപ്പോർട്ടിനെയാണ്, ഔട്ട്പുട്ടിനെയാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും ഒരു ജേർണലിൽ നിന്ന് നമ്മൾ നമ്മുടെ മാനുസ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ ജേർണലിന്റെ പബ്ലിഷേഴ്സ്, അവരുടെ അല്ലെങ്കിൽ സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ അവർ പ്രത്യേകമായി തയ്യാർ ചെയ്തിട്ടുള്ള ഫ്രെയിം, ഗൈഡ് ലൈൻസ്, അതിന് അനുസൃതമായിട്ടാണ് നമ്മുടെ മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഏതൊരു മാനുസ്ക്രിപ്റ്റിനും പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഫ്രണ്ട് പേജസ്, മറ്റൊന്ന് ബോഡി ടെക്സ്റ്റ്. ഫ്രണ്ട് പേജിനെ നമുക്ക് ആമുഖ ഭാഗം എന്ന് വിളിക്കാം. ആമുഖ ഭാഗത്തിൽ ഉൾപ്പെടുന്നത് നമ്മുടെ രചനയുടെ തലവാചകം, ടൈറ്റിൽ, അതോടൊപ്പം രചയിതാക്കളുടെ ഡീറ്റെയിൽസ് പറയുന്ന ഓതേഴ്സ് ഡീറ്റെയിൽസ്, മറ്റൊന്ന് രചനയുടെ അല്ലെങ്കിൽ പ്രബന്ധത്തിന്റെ സംഗ്രഹം, അബ്സ്ട്രാക്ട്, അതോടൊപ്പം നമ്മുടെ രചനയെ അടയാളപ്പെടുത്തുന്ന സൂചക പദങ്ങൾ ഏതൊക്കെയാണോ ആ പദങ്ങൾ. ഇത്രയും ഭാഗങ്ങളെയാണ് നമ്മൾ ഫ്രണ്ട് പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പ്രബന്ധത്തിന്റെ അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റിന്റെ ക്രക്സ് ഭാഗം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ വിളിക്കുന്ന ബോഡി ടെക്സ്റ്റ് ആണ്. ബോഡി ടെക്സ്റ്റിൽ ഉൾപ്പെടുന്നത് ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം, നമ്മൾ നമ്മുടെ വിഷയത്തെ കൃത്യമായി
നമ്മൾ വിശദീകരിക്കുന്ന ഭാഗം അതാണ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം എന്നൊക്കെ നമ്മൾ ഡിസിപ്ലിനുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിവിധ ടേമുകൾ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗവേഷണത്തിന് പഠനത്തിന് ഉപയോഗിക്കുന്ന വിവിധങ്ങളായ മെത്തേഡുകളെ കുറിച്ചുള്ള പറയുന്ന ഭാഗം, നമ്മുടെ പഠനത്തിന്റെ ഗവേഷണത്തിന്റെ ഫൈൻഡിങ്സ് ആൻഡ് റിസൾട്ട്, അതിൽ നമ്മൾ നടത്തുന്ന ഡിസ്കഷൻസ്, അതിന്റെ ഫൈനൽ കൺക്ലൂഷൻസ്, അതുപോലെ അക്നോളജ്മെന്റ്, റെഫറൻസ്, മറ്റുള്ള സപ്ലിമെന്ററി മെറ്റീരിയൽസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ബോഡി ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രണ്ട് കാര്യങ്ങളായിരിക്കാം. ഒന്ന് റിസർച്ച് പേപ്പർ, അതുപോലെ റിസർച്ച് ആർട്ടിക്കിൾ. റിസർച്ച് പേപ്പറും റിസർച്ച് ആർട്ടിക്കിളും സൈമിൾട്ടാനിയസ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കാദമിക് തലത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും അവകൾ തമ്മിൽ ചെറിയ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു റിസർച്ച് പേപ്പർ എന്ന് പറയുമ്പോൾ കോളേജ് തലത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഒരു വിദ്യാർത്ഥി തങ്ങളുടെ സൂപ്പർവൈസർക്ക് കീഴിൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ മെന്റർക്ക് കീഴിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രബന്ധം, ഒരു എഴുത്തിനെയാണ് നമ്മൾ റിസർച്ച് പേപ്പർ എന്ന് വിളിക്കുന്നത്. ഇതിന് ഒരുപക്ഷെ ജേണലുകളിലൊക്കെ നിഷ്കർഷിച്ചിട്ടുള്ളതുപോലെ വലിയ തോതിലുള്ള അക്കാദമിക് ഗൈഡ് ലൈൻസ് ബാധകമാവണമെന്നില്ല, വലിയ റെഫറൻസ് ലിസ്റ്റുകൾ ഒരുപക്ഷെ കാണണമെന്നില്ല. അതോടൊപ്പം തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഈ റിസർച്ച് പേപ്പറുകളിൽ കാണാൻ സാധിക്കുന്നു. വിദ്യാർത്ഥിയുടെ കോളേജിലുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ബോണഫൈഡ് ഡീറ്റെയിൽസ് ഒരുപക്ഷെ നമുക്കതിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ റിസർച്ച് ആർട്ടിക്കിളിലേക്ക് വരുമ്പോൾ റിസർച്ച് ആർട്ടിക്കിൾ കൃത്യമായിട്ടും ഒരു ഗവേഷണ പ്രബന്ധമാണ്. ഏതെങ്കിലും ഒരു ഗവേഷകൻ അല്ലെങ്കിൽ ഒരു വിഷയ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ഒറിജിനാലിറ്റിയെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രബന്ധം അല്ലെങ്കിൽ മറ്റു റിസർച്ച് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ റിസർച്ച് ആർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇതിന് ശാസ്ത്രീയമായ രീതിയിലുള്ള മെത്തേഡുകൾ അതിൽ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ രീതിയിലുള്ള റെഫറൻസ് ലിസ്റ്റുകൾ അതിലുണ്ടായിരിക്കാം. അതുപോലെ പീരിയോഡിക്കൽസ്, ജേണൽ മാഗസിനുകളിൽ അത് അല്ലെങ്കിൽ പിയർ റിവ്യൂ ജേണലുകളിൽ ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടതായിരിക്കാം. വലിയ ലെങ്തിയായി പറയുന്ന രീതിയിലായിരിക്കുകയില്ല റിസർച്ച് ആർട്ടിക്കിൾ. അതോടൊപ്പം തന്നെ അതിന്റെ ഒറിജിനാലിറ്റി പ്രൈമറി ഡാറ്റയുടെയും അതുപോലെ അനാലിസിസിന്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് വിശദീകരിച്ചിരുന്നത് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം പ്രൈമറി ഡാറ്റയുടെയും എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ് ഒക്കെ സയന്റിഫിക് മെത്തേഡുകളുടെ വെളിച്ചത്തിൽ അതിന്റെ ഒറിജിനാലിറ്റിയെ പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് റിസർച്ച് പേപ്പറും അതുപോലെ റിസർച്ച് ആർട്ടിക്കിളും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ഭാഗം കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാനുസ്ക്രിപ്റ്റിന്റെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത്, ഫ്രണ്ട് പേജസ് ആൻഡ് ബോഡി ടെക്സ്റ്റ്. ഫ്രണ്ട് പേജും അതുപോലെ ബോഡി ടെക്സ്റ്റും പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട് പേജിൽ ടൈറ്റിൽ ആൻഡ് അബ്സ്ട്രാക്ട്, കീവേഡ്സ്, ഈ മൂന്ന് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഫ്രണ്ട് പേജ്. നമ്മുടെ അക്കാദമിക് രചനയുടെ അല്ലെങ്കിൽ റിസർച്ച് ആർട്ടിക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്, തലവാചകം. ഈ തലവാചകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് പ്രിസൈസ് ആൻഡ് ആസ് വെൽ ആസ് ഷോർട്ട്, ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടു ദ ഓഡിയൻസ്. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ മീനിങ് നൽകുന്ന പദമായിരിക്കണം, ഷോർട്ടായിരിക്കണം, വായനക്കാരെ ഒരേ സമയം ആകർഷിക്കുകയും അവർക്ക് അറിവ് പകർന്നു നൽകുന്ന രീതിയിലുള്ള പദങ്ങളായിരിക്കണം നമ്മൾ ടൈറ്റിൽ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ ഭാഗം അബ്സ്ട്രാക്റ്റ് ആണ്. നമ്മുടെ പ്രബന്ധത്തിന്റെ റിസർച്ച് ആർട്ടിക്കിളിന്റെ ആമുഖ ഭാഗത്ത് 200 to 300 വേർഡ്സിലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സംഗ്രഹത്തെയാണ്, നമ്മുടെ റിസർച്ചിന്റെ ഗവേഷണത്തിന്റെ സംഗ്രഹത്തെയാണ് അബ്സ്ട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ അബ്സ്ട്രാക്റ്റിൽ നമ്മുടെ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ചെറിയ സമ്മറി, അത് പഠനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ കുറിച്ചുള്ള ലിമിറ്റഡ് വേർഡ്സ്, അതുപോലെ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഒബ്സർവേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അബ്സ്ട്രാക്റ്റിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. റെഫറൻസുകളോ അല്ലെങ്കിൽ ഫിഗേഴ്സ് ആൻഡ് ടേബിൾസോ നമ്മൾ സംഗ്രഹത്തിൽ അബ്സ്ട്രാക്റ്റിൽ ഒരിക്കലും തന്നെ ഉൾപ്പെടുത്താൻ പാടില്ല. ഫ്രണ്ട് പേജിന്റെ മൂന്നാമത്തെ ഭാഗമായ കീവേഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഠനത്തെ അല്ലെങ്കിൽ റിസർച്ചിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന സൂചക പദങ്ങളെയാണ് നമ്മൾ കീവേഡ്സ് ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഈ കീവേഡ്സുകൾ വെച്ചുകൊണ്ടായിരിക്കും ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ ഓപ്പൺ ഡാറ്റാബേസസിലോ നമ്മുടെ ആർട്ടിക്കിൾ അന്വേഷിക്കുന്ന ഒരാൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
നമ്മുടെ പ്രബന്ധത്തിൻ്റെ റിസർച്ച് ആർട്ടിക്കിളിൻ്റെ വിസിബിലിറ്റി അതോടൊപ്പം അതിൻ്റെ ആക്സസിബിലിറ്റിയെയും വർദ്ധിപ്പിക്കുന്നതിന് കീവേഡ്സ് വലിയ രീതിയിൽ നമ്മെ സഹായിക്കുന്നു. മാനുസ്ക്രിപ്റ്റിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബോഡി ടെക്സ്റ്റ്. ബോഡി ടെക്സ്റ്റിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞത് വെച്ച പോലെ തന്നെ ഇതാണ് അതിൻ്റെ കണ്ടന്റ് പാർട്ട്, അഥവാ ഇൻട്രൊഡക്ഷൻ, റിസർച്ച് മെത്തേഡ്സ്, അനാലിസിസ് പാർട്ട്, റിസൾട്ട്സ് ആൻഡ് കൺക്ലൂഷൻസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് റെഫറൻസ് ആൻഡ് സപ്ലിമെന്ററി മെറ്റീരിയൽസ് എല്ലാം വരുന്ന ഭാഗത്തെയാണ് ബോഡി ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസിലാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം വളരെ കൃത്യമായി നമ്മൾ പറയുന്നു. ആ ഒരു ടോപ്പിക് തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലുള്ള കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മൾ വിശദീകരിക്കുന്നു. ആ ഒരു വിഷയം സെലക്ട് ചെയ്യാനുള്ള റീസൺസ് ഓഫ് ദ സ്റ്റഡി, അല്ലെങ്കിൽ ആ ഗവേഷണത്തിന് നമ്മെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ വിശദീകരിക്കുന്നു. അതിനുശേഷം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അതുപോലെ റിസർച്ച് ഗ്യാപ്പ്, ഈ പഠനത്തെ പ്രസക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശദീകരിക്കുന്നു. പഠനത്തിന് ഉപയോഗിക്കുന്ന, റിസർച്ചിന് ഉപയോഗിക്കുന്ന അതിൻ്റെ പ്രത്യേകമായ ഡിസൈൻ, ഹൈപ്പോത്തിസിസ്, റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു. റിസർച്ച് മെത്തേഡ്സ്, ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ കളക്റ്റഡ് ഡാറ്റയെ അനാലിസിസ് ചെയ്യുന്നത്, അതിനുപയോഗിക്കുന്ന ഒബ്സർവേഷൻസ്, അതുപോലെ എക്സ്പെരിമെന്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ ബോഡി ടെക്സ്റ്റിൽ വിശദീകരിക്കുന്നു. ഹൈപ്പോത്തിസിസ്, റിസർച്ച് ഡിസൈൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ മുൻകഴിഞ്ഞ മൊഡ്യൂളുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. റിസൾട്ട് ആൻഡ് കൺക്ലൂഷൻസ്, നമ്മുടെ ഗവേഷണത്തിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ പറയുന്നത്. വളരെ സയന്റിഫിക്കലി അതുപോലെ ലോജിക്കലി ആയി കുറഞ്ഞ വേർഡുകളായിട്ട് നമ്മൾ ഫൈൻഡിങ്സിനെ വിശദീകരിക്കുന്നു. ടാബിൾസ് ആൻഡ് ഫിഗേഴ്സ് ഇവിടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ അവസാന ഭാഗത്ത് നമ്മൾ ആദ്യത്തിൽ റിസർച്ചിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഹൈപ്പോത്തിസിസിനെ വാലിഡേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ടെക്സ്റ്റിന്റെ മറ്റു ഇതര ഭാഗങ്ങളാണ് അക്നോളജ്മെന്റ്, അതുപോലെ റെഫറൻസസ്, സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ്. അക്നോളജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഗവേഷണ യാത്രയിൽ നമ്മെ സഹായിച്ച എല്ലാവരെയും അവരുടെ ഇന്റലക്ച്വൽ ആൻഡ് അതർ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും അതിനെ അക്നോളജ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്നോളജ്മെന്റ് എന്നുള്ള ഒരു പ്രത്യേകമായ ഭാഗത്തിൽ സൂചിപ്പിക്കുന്നത്. റെഫറൻസ് സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മളൊരു മാനുസ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ വർക്കുകൾ, അത് പുസ്തകങ്ങളായിരിക്കാം, മോണോഗ്രാഫുകളായിരിക്കാം, വർക്കിംഗ് പേപ്പേഴ്സ് ആയിരിക്കാം, അതുപോലെ മറ്റുള്ള ബുക്ക് റിവ്യൂസ്, ഇന്റർനെറ്റ് റിസോഴ്സസ്, അതുപോലെ ഇ സോഴ്സ് ഓർ പ്രിന്റഡ് മെറ്റീരിയൽസ് ആയിരിക്കാം, ഇത്തരം വർക്കുകളെയെല്ലാം നമ്മൾ ഒരു പക്ഷേ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ റിസർച്ച് ആർട്ടിക്കിൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ വർക്കുകളുടെ എല്ലാ ഡീറ്റെയിൽസിനെയും നമ്മൾ പറയുന്നതിനെയാണ് റെഫറൻസസ് എന്ന് പറയുന്നത്. എന്നാൽ റെഫറൻസിൽ നിന്നും ബിബ്ലിയോഗ്രഫി എന്നുള്ള പദം വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബിബ്ലിയോഗ്രഫിയിൽ നമ്മുടെ പഠനത്തിന്, ഗവേഷണത്തിന്, പ്രബന്ധം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ മുഴുവൻ പുസ്തകങ്ങളും ഉൾക്കൊള്ളുന്നതിനെയാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. എന്നാൽ റെഫറൻസിൽ നമ്മുടെ ഗവേഷണത്തിന് അല്ലെങ്കിൽ റിസർച്ചിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത, റെഫർ ചെയ്ത പുസ്തകങ്ങളുടെ ഇതര സോഴ്സുകളുടെ ലിസ്റ്റിനെയാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ബോഡി ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ് എന്നുള്ളത്. നമ്മുടെ ആർട്ടിക്കിളിൻ്റെ, റിസർച്ച് ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രബന്ധം, അതിൻ്റെ ഒരു സ്റ്റൈൽ, രീതി എങ്ങനെയായിരിക്കണം. പ്രധാനമായിട്ടും അതിൻ്റെ സ്റ്റൈൽ തീരുമാനിക്കുന്നത് ഏത് ജേണലിലേക്ക് അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിലേക്കാണോ നമ്മൾ ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രബന്ധം ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർ പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഓതേഴ്സ് ഗൈഡ് ഓർ ഗൈഡ് ലൈൻസ് ഫോർ ദ ഓതേഴ്സ് എന്ന ജേണലുകളിൽ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അതിനനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ ആർട്ടിക്കിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇൻ ടേംസ് ഓഫ് ഫോണ്ട് സൈസ്, ഇൻ ടേംസ് ഓഫ് ഫോണ്ട്, ഇൻ ടേംസ് ഓഫ് സ്പേസ്, വരികൾക്കിടയിലുള്ള സ്പേസ്, അതിന് കൃത്യമായിട്ടുള്ള അളവ് ഇത്തരം ജേണലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഏത് ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഫോണ്ടിൻ്റെ സൈസ് എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ലേ ഔട്ട് ആൻഡ് ഡിസൈൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ജേണലുകൾക്കും പ്രത്യേകമായ നിഷ്കർഷിക്കുന്നുണ്ട്. അതിനനുസൃതമായിട്ടാണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് ആർട്ടിക്കിളും വരേണ്ടത്. നമ്മുടെ മാനുസ്ക്രിപ്റ്റിൻ്റെ ലാംഗ്വേജ് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും പാസീവ് വോയിസിന് പകരം
ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നമ്മുടെ ആർഗ്യുമെന്റിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താനും ആക്റ്റീവ് വോയിസ് നമ്മെ സഹായിക്കുന്നു. എന്നാൽ ഹൈപ്പോത്തിസിസ് അതുപോലെ അറിയപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ നോൺ ഫാക്റ്റുകളൊക്കെ പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല നമ്മുടെ കണ്ടന്റ് ഗ്രാമാറ്റിക്കൽ, സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള എല്ലാ എററും മുക്തമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിന്നും ഒരു മാനുസ്ക്രിപ്റ്റിന്റെ സ്ട്രക്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും മാനുസ്ക്രിപ്റ്റിന് 2 ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഫ്രണ്ട് പേജസ് ആൻഡ് ബോഡി ടെക്സ്റ്റ്. ഇതിൽ ടൈറ്റിൽ ആൻഡ് അബ്സ്ട്രാക്ട് ഉൾക്കൊള്ളുന്ന ഭാഗത്തെ നമുക്ക് ഫ്രണ്ട് പേജ് എന്നും ഇൻട്രഡക്ഷൻ, മെറ്റീരിയൽസ് ആൻഡ് മെത്തഡോളജി, റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ, കൺക്ലൂഷൻസ് ആൻഡ് റെഫറൻസസിനെ ബോഡി ടെക്സ്റ്റ് എന്നും നമുക്ക് വിളിക്കാം. ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് എ മാനുസ്ക്രിപ്റ്റ്, ഹൗ വി ക്യാൻ സബ്മിറ്റ് ഫോർ പബ്ലിക്കേഷൻ. നമ്മളൊരു മാനുസ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് ഒരു ജേർണലിലേക്ക് പബ്ലിക്കേഷന് വേണ്ടി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക. പബ്ലിക്കേഷന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ജേർണൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഇവിടെ പ്രധാനമായിട്ടും ജേർണലിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ്. ജേർണൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ it might be influenced a lot of elements or a lot of factors like journal scope, indexing, review time, publication frequency or journal's reputation. ജേർണൽ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ആർട്സ് ആൻഡ് ലാംഗ്വേജിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ജേർണലിലേക്കാണ് ആർട്സ് ഓർ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോഷ്യൽ സയൻസുമായി റിലേറ്റഡ് ആയ ഒരു ആർട്ടിക്കിൾ നമ്മൾ സോഷ്യൽ സയൻസിൽ പ്രസിദ്ധീകരിക്കുന്ന ജേർണലുകളിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഓരോ ജേർണലിൻ്റെയും അതിൻ്റെ തീമാറ്റിക് സ്കോപ്പ് ആൻഡ് സ്പേസ് നമ്മൾ പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്യുകയും അതിലേക്കായിരിക്കണം നമ്മുടെ ആർട്ടിക്കിളുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇൻഡെക്സിംഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെദർ ദ ജേർണൽ ഈസ് ഇൻഡെക്സ്ഡ് ബൈ തോംസൺ ഓർ ബൈ സ്കോപ്പേഴ്സ് ഓർ എനി അതർ ഇന്റർനാഷണൽ ബോഡീസ് or whether it is included in the directory of open access journals or whether it is included in the open door അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് ജേർണലുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണോ, അതിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ വരുന്ന സ്കോപ്പസ് ഓർ തോംസൺ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജേർണലാണോ തുടങ്ങിയതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജേർണലുകൾ സെലക്ട് ചെയ്യാം. Some of the institutions sometimes they will instruct to publish the articles in Scopus or Thomson indexed journals. ചില യൂണിവേഴ്സിറ്റികൾ ഒരു സ്ഥാപനങ്ങളൊക്കെ അവരുടെ മെമ്പേഴ്സിനോട് സ്കോപ്പസ് ഓർ തോംസൺ ഇൻഡെക്സ്ഡ് ആയ ജേർണലുകളിൽ തന്നെ ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരം ഘട്ടങ്ങളിൽ ജേർണലുകളുടെ ഇൻഡെക്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിവ്യൂ ടൈം. After the submission of manuscript, how much time the editorial board of the journal will take for a peer review process? ഒരു പിയർ റിവ്യൂ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു റിവ്യൂ പ്രോസസ്സ് പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ജേർണലുകളെ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. 2 to 3 months or 2 to 6 months ഒക്കെ ടൈം എടുക്കുന്ന ജേർണലുകൾ നമുക്ക് കാണാൻ കഴിയും. പബ്ലിക്കേഷൻ ഫ്രീക്വൻസി. ഒരു വർഷത്തിൽ എത്ര തവണ പ്രസിദ്ധീകരിക്കുന്ന ജേർണലുകളാണ്? വർഷത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഇഷ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജേർണലുകളെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ജേർണൽസ് റെപ്യൂട്ടേഷൻ. Some of the journals may be highly reputed in the particular school or in the particular disciplines. So the researchers might be influenced by that factor. പല ഘട്ടങ്ങളിലും ഗവേഷകർ ഓരോ ഡിസിപ്ലിന് അല്ലെങ്കിൽ ഓരോ സ്കൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും ഹൈലി റെപ്യൂട്ടഡ് ആയ ജേർണലുകൾ തന്നെ സെലക്ട് ചെയ്ത് തങ്ങളുടെ സ്കോളർലി ആർട്ടിക്കിൾസ് സ്കോളർലി കോൺട്രിബ്യൂഷൻസ് അവർ പബ്ലിക്കേഷന് വേണ്ടി അയച്ചു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. However, to submit a manuscript, prepare an article according to the checklist of the documents or the checklist for manuscript submission of the selected journals. നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജേർണലിൻ്റെ പ്രത്യേകമായ ചെക്ക് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അതിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ നൽകിയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഫോർ മാനുസ്ക്രിപ്റ്റ് സബ്മിഷൻ എന്നുള്ള ഭാഗം കൃത്യമായി വായിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്തതായിരിക്കണം നമ്മൾ ആർട്ടിക്കിൾ പബ്ലിക്കേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു സക്സസ്ഫുൾ സബ്മിഷന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും വി ഹാവ് ടു സ്ട്രെങ്തൻ അവർ അബ്സ്ട്രാക്ട്, ലിമിറ്റിംഗ് ടു 200 to 300 വേർഡ്സ് വിത്തൗട്ട് ടൈപ്പോസ് ഓർ അൺനെസസറി എലമെന്റ്സ്. ജേർണൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ
നമ്മുടെ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയ ഏരിയയിലുള്ള ജേണലാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ ദ ജേണൽ പിയർ റിവ്യൂഡ് ജേണൽ അതുപോലെ തന്നെ ഓപ്പൺ ആക്സസ് ജേണൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ഓപ്പൺ ആക്സസ് ജേണലുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ജേണലാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കിളിന്റെ വ്യൂവർഷിപ്പ് അതിന്റെ റീഡർഷിപ്പ് വർദ്ധിക്കാൻ അത് കാരണമായി തീരും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിയർ റിവ്യൂ പ്രോസസ്സിന് നമ്മുടെ ആർട്ടിക്കിൾ മാനുസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ട്ലി സർക്കിൾ ഒരു സ്കോളർലി സർക്കിളിൽപ്പെട്ട 1-2 പേരെ അത് റിവ്യൂ ചെയ്യിക്കുന്നത് വളരെ നന്നായിരിക്കും. വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദ സബ്മിഷൻ അറ്റ് ദ എഡിറ്റോറിയൽ ബോർഡ് ഓഫ് എ പർട്ടിക്കുലർ ജേണൽ? ഒരു ജേണലിലേക്ക് നമ്മളൊരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? എഡിറ്റോറിയൽ ബോർഡിൽ നടക്കുന്ന റിവ്യൂ പ്രോസസ്സിനെയാണ് നമ്മൾ പിയർ റിവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ മൾട്ടി ഡയമെൻഷണൽ അതുപോലെ തന്നെ മൾട്ടി ഇൻഡിവിജ്വൽസിൻ്റെ റിവ്യൂ പ്രോസസ്സ് ആയിരിക്കാം. ഒരു മാനുസ്ക്രിപ്റ്റിൻ്റെ ഒറിജിനാലിറ്റി, അതിൻ്റെ വാലിഡിറ്റി, അത് എത്രമാത്രം മീനിങ് ഫുൾ ആണ് തുടങ്ങിയതാണ് പിയർ റിവ്യൂ പ്രോസസ്സിൽ പ്രധാനമായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ജേണലിൻ്റെ എത്തിക്കൽ അതിൻ്റെ എഡിറ്റോറിയൽ ഗൈഡ് ലൈൻസിനോട് അത് അധറിംഗ് ആണോ അക്കോർഡിംഗ് ആണോ എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കുന്നു. നമ്മുടെ ഒരു ആർട്ടിക്കിൾ ഒരു മാനുസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അസോസിയേറ്റ് എഡിറ്റർ ഓർ ദ റെസ്പോൺസിബിൾ എഡിറ്റർ ഓർ ദ സ്പെഷ്യലിസ്റ്റ് they will evaluate the manuscript in terms of acceptance, modification or the revisions. However, the publisher is serving as the final authority. ചില ഘട്ടങ്ങളിൽ ഈ നോർമൽ നടക്കുന്ന പിയർ റിവ്യൂ പ്രോസസ്സിന് പുറമെ ഹിഡൻ റിവ്യൂ കൂടി നടക്കാറുണ്ട്. ഹിഡൻ റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത ആർട്ടിക്കിൾ നമ്മളറിയാതെ അതിൻ്റെ ഓതേഴ്സ് അറിയാതെ അത് ഓതേഴ്സ് ആരാണെന്നുള്ള കാര്യം റിവീൽ ചെയ്യാതെ അതോടൊപ്പം തന്നെ ഇവാലുവേറ്റേഴ്സ് ആരാണ് എന്നുള്ള കാര്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്താതെ വളരെ കൃത്യമായി കോൺഫിഡൻഷ്യലായി നടത്തുന്ന റിവ്യൂ പ്രോസസ്സിനെയാണ് ഹിഡൻ റിവ്യൂ ഓർ ബ്ലൈൻഡ് റിവ്യൂ എന്നൊക്കെ പറയുന്നത്. ഇറ്റ് മൈറ്റ് ബി 1 sided ഓർ ഇറ്റ് മൈറ്റ് ബി 2 sided. ഓക്കെ, അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ റിവ്യൂ പ്രോസസ്സ് കുറച്ചുകൂടെ അത് സ്ട്രിംഗൻ്റ് ആയിരിക്കും. റിവ്യൂ ടൈം 2 to 3 months നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് മൈറ്റ് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ കണ്ടന്റ് ഓർ സംടൈംസ് ഇറ്റ് മൈറ്റ് ബി ഡിപ്പെൻഡന്റ് അപ്പോൺ ദ നമ്പർ ഓഫ് ദ ഇവാലുവേറ്റേഴ്സ് ഓൾസോ. എത്ര പേർക്കാണ് നമ്മുടെ ആർട്ടിക്കിൾ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി അസോസിയേറ്റ് എഡിറ്റർ അസൈൻ ചെയ്ത് നൽകുന്നത്, അതുപോലെ നമ്മൾ അയച്ച മാനുസ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് എത്രമാത്രം കോംപ്ലക്സ് ആണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷേ റിവ്യൂ ടൈം നീണ്ടു നിന്നേക്കാം. Upon the assessment of the evaluators, the editor may choose acceptance or it might be rejected or it might be invited for the revision process. ഒരു പിയർ റിവ്യൂ പ്രോസസ്സ് കഴിയുമ്പോൾ അതിൻ്റെ അസസ്മെൻ്റ് റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് എഡിറ്റർ പബ്ലിക്കേഷൻ്റെ നമ്മുടെ ജേണലിൻ്റെ എഡിറ്റർ പ്രധാനമായും 3 രീതിയിലാണ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒന്നുകിൽ അത് അസസ്മെൻ്റ് റിപ്പോർട്ട് ഫേവറബിളായി അനുകൂലമായിട്ട് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന പക്ഷം പിന്നീട് അതിൽ കൂടുതൽ മോഡിഫിക്കേഷൻസ് നടത്താൻ സാധ്യമല്ല. ഓൺലി പ്രൂഫ് റീഡിംഗ് അതുപോലെ മറ്റ് റിക്വയർഡ് പെർമിഷൻസ് ഓഫ് ദ കോപ്പിറൈറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമാലിറ്റീസ് മാത്രമായിരിക്കും പിന്നീട് ചെയ്യാൻ സാധിക്കുക. സംടൈംസ് if it is not in according to the guidelines of the particular journal or if it is violating any of the prescribed rules, sometimes it might be the article might be outside of the scope of the journal. Sometimes it might be included the grave mistakes in content, methods or analysis. Sometimes the article limited contribution to the magazine or the periodical. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മാനുസ്ക്രിപ്റ്റ് ഒരു പക്ഷേ റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. നമ്മൾ അയച്ച മാനുസ്ക്രിപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത ജേർണലിൻ്റെ സ്കോപ്പിന് പുറത്താണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിൽ നമ്മൾ ഉപയോഗിച്ച മെത്തേഡുകൾ റിസർച്ച് മെത്തേഡുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് പാർട്ടിൽ വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ജേർണലിൻ്റെ ലിമിറ്റഡ് കോൺട്രിബ്യൂഷൻസ് മാത്രമാണ് നൽകുന്നത് എങ്കിലൊക്കെ ഒരു പക്ഷേ നമ്മുടെ മാനുസ്ക്രിപ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഒരു ആർട്ടിക്കിൾ ഒരു മാനുസ്ക്രിപ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതേ ജേർണലിൽ തന്നെ റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇവാലുവേറ്റേഴ്സിൻ്റെ അസസ്മെന്റ് കിട്ടിയാൽ മൂന്നാമത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇൻവൈറ്റഡ് ഫോർ റിവിഷൻ എന്നുള്ളതാണ്.
rejected, but to revise and resubmit. Rework may be needed in data analysis, test or experiment. ഇവിടെ ഈ പിയർ റിവ്യൂ പ്രോസസ്സ് നടത്തുന്ന ഇവാലുവേറ്റേഴ്സ് അവർ കൃത്യമായിട്ട് നമ്മുടെ ആർട്ടിക്കിളുകളിൽ ഇന്ന ഭാഗങ്ങളിൽ ഒരു പക്ഷേ ഇറ്റ് മൈറ്റ് ബി ഇൻ ടെസ്റ്റ് ഓർ എക്സ്പെരിമെൻറ്റ് ഓർ ഇറ്റ് മൈറ്റ് ബി ഇൻ ദ റിവ്യൂ ഇൻ ദ കണ്ടന്റ് പാർട്ട് ഓർ ഇറ്റ് മൈറ്റ് ബി ഇൻ ദ കൺക്ലൂഷൻ ഓർ ദ ഫൈൻഡിങ്സ്. ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ റീവർക്ക് ആവശ്യമാണ് എന്ന് അവർ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ എഡിറ്റോറിയൽ ടീം അത് നമുക്ക് ഇൻവൈറ്റഡ് ഫോർ റിവിഷൻ ഓർ റിവിഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെയിൽ അയക്കുന്നു. നമ്മൾ വീണ്ടും ആ ഭാഗങ്ങളിൽ റിവിഷൻ നടത്തുകയും എന്നിട്ട് റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ രീതി. However, the reasons of the rejection or the revisions are explained by the editors. നമ്മൾ സബ്മിറ്റ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ഒരു എഡിറ്റോറിയൽ ബോഡിയിൽ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ റിവിഷൻ ആവശ്യമാണെന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നവർ നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി after the submission of a manuscript, it went to the editorial desk, and after the peer review process, if it is accepted for publication, the next procedure is the publication of the manuscript or the publication of the selected article. Following the acceptance, the editor will monitor the publishing procedures or the process. Acceptance നമ്മുടെ ആർട്ടിക്കിൾ അത് പബ്ലിക്കേഷന് വേണ്ടി സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നടക്കുന്നത് അതിൻ്റെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പ്രൂഫ് റീഡിങ്, അതുപോലെ കറക്ഷൻ ഓഫ് ദ ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സ് വല്ലതുണ്ടോ എന്നുള്ള ചെക്കിങ്, അതുപോലെ എ വേർഡ് ബൈ വേർഡ് ചെക്കിങ് ഈസ് ഓൾസോ റെക്കമെൻഡഡ്. മറ്റൊന്ന് നമ്മൾ നൽകിയിട്ടുള്ള ടൈറ്റിലുകൾ, സബ് ടൈറ്റിലുകൾ, നമ്പേഴ്സ്, സിംബൽസ്, ടാബിൾസ് ഇതിൻ്റെയൊക്കെ സീക്വൻസ് അതിൻ്റെ നമ്പറുകളൊക്കെ കറക്റ്റ് അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന, അതുപോലെ ഫുട് നോട്ടുകൾ വളരെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന വർക്ക്, ഇത്തരം കാര്യങ്ങളാണ് പിന്നീട് അവശേഷിക്കുന്നത്. Even though after the publication, if you are able to find out any error in your published article, you can present a notice to the editor with proposed correction along with the details of the magazine and the article. നമ്മുടെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതിന് ശേഷവും അതിൻ്റെ കണ്ടന്റിലോ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സ് ഓഫ് ദ സ്റ്റഡി ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാൻ, ഒരു എറർ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ, അതിൻ്റെ ഇഷ്യൂ, അതിൻ്റെ പബ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ മാഗസിൻ്റെ വോള്യൂം, അതിൻ്റെ ഇഷ്യൂ തുടങ്ങിയ നമ്പറുകളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ എഡിറ്ററെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ എറർ നമുക്ക് തിരുത്താൻ സാധിക്കുകയും ചെയ്യും. ഇനി in this depiction we can find that what are the steps which is included in the review process. Sometimes some of the names of the bodies, it might be different from journal to journal. Here you can find the executive editor, and sometimes you can the reviewer 1 and reviewer 2. It is going to different or multiple reviewers, and the associate editor. Okay, and sometimes the journal, if it is not according to the prescribed guidelines, it might be rejected or it might be accepted. If it is accepted, it is going back to the executive editor for a final look, and the article is accepted and it is getting published. അപ്പോൾ ഒരു റിവ്യൂ പ്രോസസ്സിൽ അടങ്ങിയിട്ടുള്ള സ്റ്റെപ്പുകൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ ഒരു ചിത്രീകരണം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിലുള്ള സ്ഥാനങ്ങൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ, അതുപോലെ അസോസിയേറ്റ് എഡിറ്റർ തുടങ്ങിയ പദങ്ങളൊക്കെ ഓരോ ജേർണലുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നിരുന്നാലും അതിൻ്റെ ഒരു പ്രൊസീജിയർ കൃത്യമായി മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. അക്കാദമിക് തലങ്ങളിൽ അറിവുൽപാദനത്തിലും അവയുടെ പ്രസരണത്തിലും ജേർണലുകൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. പ്രസിദ്ധീകരിക്കപ്പെടുന്ന ആർട്ടിക്കിളുകളുടെ ഗുണനിലവാരത്തെ അടിസ്ഥാനപ്പെടുത്തി നോളജ് സൊസൈറ്റി, സമൂഹം അവ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ജേർണലുകളെ പല ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇതാണ് ജേർണൽ റാങ്കിംഗ് കൊണ്ട് വിവക്ഷിക്കുന്നത്. In a journal ranking, we will try to find out the place of a journal within the field. For example, suppose that if you want to find out the journal ranking of all journals which are published in the computer science, you have to put all journals according to their following measures. It might be impact factor or icon factor for scientific journals, or H-index in terms of the authors or the scientists or the researchers, altmetrics if you want to find out the ranking of a particular journal in terms of their
involvement in the academic social media sites, and H5 index, which is exclusively calculated and measured by the Google Scholar. പ്രധാനമായിട്ടും ജേണൽ റാങ്കിങ്ങിന് ഉപയോഗിക്കുന്ന മെഷേഴ്സാണ് ഇമ്പാക്റ്റ് ഫാക്ടർ. ഇമ്പാക്റ്റ് ഫാക്ടറിൽ ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ആർട്ടിക്കിളുകൾ അറിവുൽപാദനത്തിൽ അവയുടെ ക്രിയാത്മകമായ പങ്കാളിത്തത്തെയാണ്, അതിൻ്റെ ആവറേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഐഗൻ ഫാക്ടർ സയന്റിഫിക് ജേണലുകളുടെ റേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവകളുടെ സൈറ്റേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഐഗൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എച്ച് ഇൻഡെക്സ് ഒരു ഗവേഷകന്റെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞന്റെ പ്രോഡക്ടിവിറ്റി അളക്കുന്നതിനും അറിവുൽപാദനത്തിൽ അയാളുടെ ഇമ്പാക്റ്റ് അതിനെ മെഷർ ചെയ്യുന്നതിനും എച്ച് ഇൻഡെക്സ് ഉപയോഗപ്പെടുത്തുന്നു. ആൾട്ട്മെട്രിക്സ് സോഷ്യൽ മീഡിയ അക്കാദമിക് സൈറ്റുകളിൽ റെഫർ ചെയ്യപ്പെടുന്ന ജേണലുകളുടെ റാങ്കിംഗ് വേണ്ടി ആൾട്ട്മെട്രിക്സ് ഉപയോഗിക്കുന്നു. H5 ഇൻഡെക്സ് പ്രധാനമായിട്ടും ഗൂഗിൾ സ്കോളർ മെഷർ ചെയ്യുന്ന ഈ മാപ്പിന് മാനദണ്ഡം ഒരു പർട്ടിക്കുലർ ജേണലിൽ കഴിഞ്ഞ 5 വർഷമായി പബ്ലിഷ് ചെയ്യപ്പെട്ട ആർട്ടിക്കിളുടെ എച്ച് ഇൻഡെക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജേണൽ റാങ്കിങ്ങിൽ പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളാണ് സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആൻഡ് തോംസൺ ഇൻഡെക്സ്ഡ് ജേണൽസ്. എന്താണ് സ്കോപ്പസ് ഡാറ്റാബേസ്? 2004 നെതർലൻഡ് ബേസ് ചെയ്തുകൊണ്ട് ആരംഭിച്ച പ്രസാധക കമ്പനിയായ എൽസേവിയറിന്റെ ഓൺലൈൻ ഡാറ്റാബേസ് ആണ് സ്കോപ്പസ്. ഏകദേശം 11,678 പബ്ലിഷേഴ്സും 36,000-ലധികം വരുന്ന പ്രസിദ്ധീകരണങ്ങളും അടങ്ങുന്ന വലിയൊരു വിജ്ഞാന ശേഖരമാണ്, അതിന്റെ സമാഹാരമാണ് സ്കോപ്പസ് ഡാറ്റാബേസ്. Then what is meant by Scopus indexed journals? How a journal can be included in the Scopus journals list? ഒരു ജേണലിനെ എങ്ങനെയാണ് സ്കോപ്പസ് ജേണൽ ലിസ്റ്റിൽ ഉൾപ്പെടാനാവുക? സ്കോപ്പസ് കമ്പനി റിസർച്ച് ക്വാളിറ്റി ആൻഡ് എത്തിക്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നിഷ്കർഷിക്കുന്ന ഗൈഡ് ലൈൻസിനെ പാലിക്കുന്ന ജേണലുകൾക്ക് മാത്രമേ സ്കോപ്പസ് ജേണൽ ലിസ്റ്റിൽ ഉൾപ്പെടാനാവൂ. ജേണലുകളെ തരംതിരിക്കുന്നതിന് വേണ്ടി സ്കോപ്പസ് കമ്പനി പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള മെഷറാണ് സൈറ്റ് സ്കോർ. പലപ്പോഴും ഗവൺമെന്റ് ഇതര ഗവേഷണ ഏജൻസികൾ അതുപോലെ ഡിഗ്രി അക്രഡിറ്റേഷൻ ബോർഡുകൾ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആയ ജേണലുകൾക്ക് അതല്ലെങ്കിൽ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആയ ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുന്ന ആർട്ടിക്കിളുകൾക്ക് മാത്രമേ സാമ്പത്തിക സഹായം നൽകൂ എന്ന് പറയാറുണ്ട്. All this means that publishing in a Scopus indexed journal or being indexed in Scopus list is a part of reputation in the academics. Scopus ഇൻഡെക്സിങ്ങിനെ പോലെ തന്നെ അക്കാദമിക് തലത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയ മറ്റൊന്നാണ് തോംസൺ ഇൻഡെക്സിംഗ്. തോംസൺ റോയിറ്റേഴ്സ് കമ്പനിയുടെ ഏറ്റവും പുതിയ പേര് ക്ലാരിഫൈഡ് അനാലിറ്റിക്സ് എന്നാണ്. അതിൻ്റെ ഡാറ്റാബേസ് വെബ് ഓഫ് സയൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇമ്പാക്റ്റ് ഫാക്ടർ ജേണലുകളെ റാങ്കിംഗ് നടത്താനും അതുപോലെ റിസർച്ച് ക്വാളിറ്റി ആൻഡ് എത്തിക്സിനെ പ്രത്യേകമായി മെഷർ ചെയ്യാനും ക്ലാരിഫൈഡ് അനാലിറ്റിക്സ് കമ്പനി രൂപം കൊടുത്തിട്ടുള്ള ക്വാളിറ്റി മെഷറാണ്, ക്വാളിറ്റി ഇൻഡിക്കേറ്ററാണ് ഇമ്പാക്റ്റ് ഫാക്ടർ. വെബ് ഓഫ് സയൻസ് or previously known as the Web of Knowledge is a platform that facilitates access to multiple databases of references and citation data of various journals and conference proceedings. It is important to discuss about the predatory or the fake journals which are operating in the academics. The predatory journals will offer you rapid publication upon the application fee after a cursory peer review, and most of the papers which are published in these predatory journals are poor quality papers. Their websites will reflect the links which is misleading to the databases and affiliations, and they will act to fight against these predatory journals. UGC University Care Commission established a consortium of academic and research ethics in 2018, which is known as UGC Care. 2018 ഇത്തരത്തിലുള്ള അക്കാദമിക് തലത്തിൽ പ്രവർത്തിക്കുന്ന നിലവാരമില്ലാത്ത വ്യാജ പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ പോരാടുന്നതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിച്ച സംവിധാനമാണ് UGC കെയർ. UGC കെയർ പ്രധാനമായിട്ടും ലക്ഷ്യീകരിക്കുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പബ്ലിക്കേഷൻ എത്തിക്സ് ആൻഡ് റിസർച്ച് ഇന്റഗ്രിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക, എല്ലാ വിഷയങ്ങളിലും സഹായകരമാകുന്ന രീതിയിൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് റെപ്യൂട്ടഡ് ജേണലുകളുടെ ലിസ്റ്റ്, റെഫറൻസ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, അവ മെയിൻറ്റെയിൻ ചെയ്യുക, റിസർച്ച് ഇന്റഗ്രിറ്റിക്ക് സഹായകമാകുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ്. For supervising and managing this UGC care list,
two committees were established by the UGC CARE Empowered Committee and UGC CARE Council members. These two committees are responsible for selection and maintaining the process of UGC CARE reference list of quality journals. The UGC CARE list is published in link with the Pune University. Pune യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC CARE ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും അവ മെയിൻറ്റെയിൻ ചെയ്യും. It's also very well known that the ISSN and ISBN numbers are working as the quality indicators of all kind of the publications. The International Standard Book Number is a 13-digit number that uniquely identifies the monographs, books and book-like product published internationally. It is applicable to both print and electronic versions. പുസ്തകങ്ങൾ അതുപോലെ മോണോഗ്രാഫുകൾ തുടങ്ങിയവയെ ഇന്റർനാഷണൽ തലത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്ററാണ് ISBN. 13 അക്ക നമ്പർ നമുക്ക് പുസ്തകങ്ങളുടെ പിറകുവശത്തായിട്ട് കാണാൻ സാധിക്കും. പ്രിന്റ് അതുപോലെ ഇലക്ട്രോണിക് വേർഷനുകളിൽ ഇത് ബാധകമാണ്. ISBN നമ്പറിൽ അടങ്ങിയിട്ടുള്ള ഓരോ നമ്പറുകളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം ഡെപിക്ഷനിൽ കാണാവുന്നതാണ്. International Standard Serial Numbering is an 8-digit number, two groups of 4 digits to be separated by a hyphen and preceded by the letters ISSN. ISSN is applicable for serial publications such as magazines, newspapers and other periodicals. മാഗസിനുകൾ, ന്യൂസ് പേപ്പറുകൾ, മറ്റു പ്രസിദ്ധീകരണങ്ങൾക്ക് ഇന്റർനാഷണൽ തലത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ ക്വാളിറ്റി മാർക്കായി പരിഗണിക്കപ്പെടുന്ന നമ്പറാണ് ISSN. ISSN നമ്പറിൽ അടങ്ങിയിട്ടുള്ള ഓരോ ഡിജിറ്റും ഓരോ സീക്വൻസും സീരീസും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം ഡെപിക്ഷനിൽ കാണാവുന്നതാണ്. നമ്മുടെ യൂണിറ്റ് 4ന്റെ സിലബസിന്റെ ഭാഗമായിട്ടുള്ള റിസർച്ച് ഗേറ്റ് ആൻഡ് റിലേറ്റഡ് ഓപ്പൺ ആക്സസ് ഡാറ്റാബേസസുകളെ കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ഓപ്പൺ ആക്സസ് ഡാറ്റാബേസസ്? ഫ്രീ ആയി ആർക്കും എവിടെ വെച്ചും എപ്പോഴും ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യാനും വിവരങ്ങൾ ശേഖരിക്കാനും സാധിക്കുന്ന വെബ്സൈറ്റുകളെയാണ്, ഡാറ്റാ ബേസുകളെയാണ്, വിജ്ഞാന കലവറകളെയാണ് നമ്മൾ ഓപ്പൺ ആക്സസ് ഡാറ്റാബേസസ് എന്ന് വിളിക്കുന്നത്. 2003 ഗ്ലോബൽ ലൈബ്രറിയൻസ് അസോസിയേഷനും അതുപോലെ ഒരു ഓപ്പൺ ആക്സസ് ഇനീഷ്യേറ്റീവും സംയുക്തമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിരുന്നു ഓപ്പൺ ആക്സസ് ഡാറ്റാബേസസുകൾ പിറവിയെടുത്തത്. പ്രധാനമായും എഴുത്തുകാരോടും ഗ്രന്ഥകർത്താക്കളോടും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആൻഡ് റോയൽറ്റീസ് ഒഴിവാക്കാനും അതുവഴി ഒരു വൈജ്ഞാനിക സമൂഹ നിർമ്മിതിക്ക് സഹായകരമാക്കുന്ന രീതിയിൽ എല്ലാ നോളജിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഫ്രീ ആക്സസ് നൽകണമെന്നൊരു അഭ്യർത്ഥന തുടർന്നായിരുന്നു ഇങ്ങനെ ഒരു ഓപ്പൺ ആക്സസ് ഡാറ്റാബേസസുകളുടെ പിറവിയെടുത്തത്. ഓപ്പൺ ആക്സസ് ഡാറ്റാബേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് ഗേറ്റ് 2008 യൂറോപ്യൻ ഇന്റലക്ച്വൽസായ മാഡിസ്, ഹോഫ്മെയർ ആൻഡ് ഫിക്കൻസ്റ്റർ സംയുക്തമായി ചേർന്ന് സ്ഥാപിച്ച അക്കാഡമിക് സോഷ്യൽ നെറ്റ്വർക്ക് ഓഫ് സയന്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് ആണ് റിസർച്ച് ഗേറ്റ്. റിസർച്ച് ഗേറ്റ് ഇറ്റ്സ് എ വെരി ഫ്രീ website. Everyone can sign up using an email ID from a recognized institution or to be known as a published researcher. You can submit your article for publication without any fee or a peer review and it will get published. And it's also work as a scholarly network for the international community. Active users in the അടിസ്ഥാനത്തിൽ യൂറോപ്യൻ ഏറ്റവും ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ അക്കാഡമിക് കമ്പനി കൂടിയാണ് റിസർച്ച് ഗേറ്റ്. ലോകത്തെ പ്രധാനപ്പെട്ട ഓപ്പൺ ആക്സസ് ഡാറ്റാബേസസുകൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഗൂഗിൾ സ്കോളർ, ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേർണൽസ്, ഡോച്ച്, പബ്മെഡ്, സയൻസ് ഡയറക്ട്, എൽസേവിയർ, ജെസ്റ്റോർ, വൈലി, ഓപ്പൺ ഡോർ, വേൾഡ്കാറ്റ്, പ്രോകോസ്റ്റ്, എറിക്, ഹാത്തി ട്രസ്റ്റ് ഡിജിറ്റൽ ലൈബ്രറി, ഷോദ് ഗംഗ, the repository of Indian electronic theses and dissertations set up by the INFLUCNet Center, ഇന്ത്യൻ ഗവേഷകരുടെ തിസീസുകളും ഡെസർട്ടേഷനുകളെയും സമാഹാരമായ ഷോദ് എന്ന, അതുപോലെ ഇന്ത്യൻ PhD സ്കോളേഴ്സിന്റെ സിനോപ്സിസുകളുടെ സമാഹാരമായ ഷോദ് ഗംഗോത്രി ആൻഡ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എല്ലാം ഓപ്പൺ ആക്സസ് ഡാറ്റാബേസിൽ ഉൾപ്പെടുന്ന ചിലതൊക്കെയാണ്. അവസാനമായി ഈ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പബ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെ ഒരു മാനുസ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ നമുക്ക് ഒരു പബ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യാം, സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിയർ റിവ്യൂ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ
പബ്ലിക്കേഷൻ എങ്ങനെ നടക്കുന്നു ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ശേഷം ക്വാളിറ്റി മെഷേഴ്സ് ആൻഡ് ഇൻഡെക്സിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രധാനമായിട്ടും സ്കോപ്പസ് ഇൻഡെക്സ് ആൻഡ് തോംസൺ ഇൻഡെക്സ്ഡ് ജേർണലുകൾ, അതുപോലെ ജേർണലിസ്റ്റുകൾ, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ISSN ആൻഡ് ISBN പ്രിഡേറ്ററി ജേർണൽസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു. UGC കെയർ ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഓപ്പൺ ഡാറ്റ ബേസിസുകളെ കുറിച്ചും റിസർച്ച് ഗേറ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനമായി we will examine some of the model questions. First of all, explain in detail the process of preparing and publishing a research manuscript. റിസർച്ച് മാനുസ്ക്രിപ്റ്റ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി സ്കെച്ച് ദ കീ ഫാക്ടേഴ്സ് ടു അനലൈസ് വെൻ സെലക്ടിങ് ആൻ അപ്രോപ്രിയേറ്റ് ജേർണൽ ടു പബ്ലിഷ് യുവർ റിസർച്ച്. ഒരു മാനുസ്ക്രിപ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ജേർണൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ജേർണൽ പബ്ലിക്കേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് മാനുസ്ക്രിപ്റ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ജേർണൽ സെലക്ട് ചെയ്യുക എന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ജേർണൽ സ്കോപ്പ്, പബ്ലിക്കേഷൻ ഇൻ്റർവെൽസ്, അതുപോലെ ഇൻഡെക്സിങ് തുടങ്ങി ഒരുപാട് ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജേർണൽ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. Third question, list out the steps in the peer review process for academic manuscript and analyze the role it plays in upholding research quality. പ്രിഡേറ്ററി ജേർണലുകളിൽ നിന്ന് വ്യത്യസ്തമായി റെപ്യൂട്ടഡ് ജേർണലുകളിൽ നടക്കുന്ന പിയർ റിവ്യൂ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. ഒരു മാനുസ്ക്രിപ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് പിയർ റിവ്യൂ പ്രോസസ്സിലേക്ക് എടുക്കുന്നു. അസോസിയേറ്റ് എഡിറ്റർ, സബ്ജക്ട് ടോപ്പിക് സ്പെഷ്യലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ റിവ്യൂവേഴ്സിന് അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അവരുടെ അസസ്മെന്റ് റിപ്പോർട്ടിന് അനുസൃതമായി either our manuscript may be accepted for publication, or it may be rejected, or it may be invited for a revision and a resubmit. ഇങ്ങനെ 3 ഘട്ടങ്ങളെ കുറിച്ച് 3 സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് എന്താണ് പിയർ റിവ്യൂ പ്രോസസ് നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ടിപ്സ് ഫോർ സ്ട്രെങ്തനിങ് യുവർ സബ്മിഷൻ. ഒരു മാനുസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആവാൻ എന്തൊക്കെ ടിപ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രധാനമായിട്ടും we have to strengthen our abstract, limit the words into 200 to 300 and without a typos or unnecessary elements. സ്യൂട്ടബിൾ ആയ ഒരു ജേർണൽ നമ്മൾ സെലക്ട് ചെയ്യണം. ആ ജേർണൽ പിയർ റിവ്യൂഡ് ആൻഡ് ഓൾസോ അതിൻ്റെ റീഡർഷിപ്പ് അതുപോലെ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഓപ്പൺ ആക്സസ് ഡാറ്റാബേസിൽ ഉൾപ്പെട്ട ജേർണലാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്ലി സർക്കിൾ ഓർ ദ സ്കോളർലി സർക്കിളിൽ നിന്ന് പിയർ റിവ്യൂ പ്രോസസ്സിന് സാധിക്കുമെങ്കിൽ 1 or 2 ആളുകളെ കൊണ്ട് റിവ്യൂ പ്രോസസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡൽ ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.